മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ ഓരോ വ്യക്തിയുടെയും ആഗ്രഹമാണ് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കണമെന്നുള്ളത്. ഇന്ന് നാം ഒരു കുടുംബത്തെ പരിചയപ്പെടുകയാണ്. 30 വർഷത്തെ ഗൾഫിലെ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന തങ്കച്ചേട്ടനും മോളി ചേച്ചിയും. സെൻറ് മേരീസ് ദുബായ് ഇടവക ദേവാലയത്തിനോട് ചേർന്ന് കരിസ്മാറ്റിക് കൂട്ടായ്മയിലും നഴ്സസ് മിനിസ്ട്രിയിലും വളരെ സജീവമായി പ്രവർത്തിച്ചതിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന ഇവരുടെ ജീവിതത്തിലുടനീളം അനുഭവിച്ച ദൈവാനുഭവങ്ങൾ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തങ്കച്ചേട്ടാ, മോളി ചേച്ചി, നിങ്ങളിപ്പം 30 വർഷക്കാലം ഗൾഫിൽ ജോലി ചെയ്തു. സാധാരണയായിട്ട് നാട്ടിൽ നിന്ന് ഗൾഫിലോട്ട് വരുന്നത് കുറച്ച് ജോലി ചെയ്യണം, കുറച്ച് പൈസ സമ്പാദിക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹത്തോടു കൂടിയാണ്. പക്ഷേ ഈ കുറച്ച് നാൾ മുമ്പ് നിങ്ങളെടുത്തൊരു തീരുമാനം ഞങ്ങളെ എല്ലാവരെയും മാറ്റി ചിന്തിപ്പിച്ചു. നിങ്ങളുടെ ലക്ഷ്യം ഇതൊന്നുമല്ല, ഇതിലും അപ്പുറത്തേക്ക് മറ്റെന്തോ ഉണ്ടെന്ന് ഞങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങി. അതായത് നല്ല ശമ്പളം ഉണ്ടായിരുന്ന ഒരു ഗവൺമെൻറ് ജോലി വേണ്ടെന്ന് വെക്കുക. മോളി ചേച്ചി, എന്താ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ കാരണം? അത് ഞാൻ സെൻറ്റ് മേരീസ് പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ ഈശോയുടെ കുരിശ് രൂപത്തിലേക്ക് നോക്കുമ്പം ഇങ്ങനെ കുരിശ് രൂപത്തിൽ നിന്നും ഈശോ ഇങ്ങനെ വേദനിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു എന്ന്. അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് ചെയ്യുമ്പോൾ ഈശോ എന്തിനാണ് ദാഹിക്കുന്നത്? അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് വെള്ളത്തിനായിരിക്കുമെന്ന്. അത് കഴിഞ്ഞ് പിന്നെയാണ് മനസ്സിൽ പെട്ടെന്ന് തോന്നിച്ചത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണല്ലോ എന്ന്. അപ്പോൾ അത് ഞാനിങ്ങനെ മനസ്സിൽ കണ്ടെത്തിക്കൊണ്ട് ഈശോ അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പറയുകയാണ്, ഈശോ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ ജോലി ചെയ്യുകയാണ്, എനിക്കിപ്പോൾ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തുള്ള ആ ഒരു ഇതോടുകൂടി ഞാനിങ്ങനെ നടക്കുകയാണ്. ഞാൻ ആരോടും അതങ്ങനെ പറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം ആണ് നമ്മുടെ നേഴ്സസിൻ്റെ ഒരു കൂട്ടായ്മ, അത് നമ്മൾ 2004 മാർച്ച് മാസത്തിലത്ത് ഇനാഗുറേറ്റ് ചെയ്യുന്നു അച്ഛന്. അപ്പോൾ അതിലേക്ക് പ്രവർത്തിക്കാനായിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാനത് അങ്ങനെ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. അപ്പം അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഒരു ഇംഗ്ലീഷ് ധ്യാനത്തിൽ ഒരു ഇടസമയത്ത് ഞാൻ ആ ധ്യാനത്തിന് പോയി സംബന്ധിക്കുന്നു. അപ്പോൾ ആ ധ്യാനത്തിൽ സംബന്ധിക്കുമ്പം അച്ഛനിങ്ങനെ ഒരു UK പോയ ഒരു കുടുംബത്തിൻ്റെ കഥ പറയുകയാണ്. അപ്പോൾ അവർ 8 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് അവർ പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് അച്ഛൻ പരിചയപ്പെടുമ്പോഴത്തേക്ക് അവർ 43 വർഷമായിട്ട് അവിടെ. അപ്പോൾ അച്ഛൻ കണ്ടപ്പോൾ അച്ഛനോട് പറയുകയാണ്, അച്ഛാ ഞങ്ങൾ 8 വർഷത്തേക്ക് വേണ്ടിയിട്ട് മക്കളെയും കൊണ്ട് വന്നതാണ്. പിന്നെ മക്കളുടെ പഠിത്തം, മക്കളുടെ കല്യാണം അങ്ങനെയുള്ള ആയിട്ട് അങ്ങനെ അവരങ്ങ് നിന്നുപോയി. ഇപ്പോൾ അച്ഛാ ഞങ്ങളൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, എല്ലാം ആകെ നിരാശയിൽ അവരങ്ങ് കഴിയുകയാണ്. അപ്പോൾ ആ ഒരു ഇത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത്, ഈശോയെ നമ്മളിങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് മക്കൾക്കും കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിച്ച് അവസാനമൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി, ഇനി ഒരു 50 വർഷം വരെ ഞാൻ ജോലി ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനത് ഇനിയുള്ള ബാക്കിയുള്ള സമയം ഈശോയ്ക്ക് വേണ്ടിയിട്ട് വേല ചെയ്യുമെന്നുള്ള ഒരു തീരുമാനം ഞാൻ എൻ്റെ മനസ്സിലെടുക്കുകയാണ്. 50 വയസ്സ് വരെ ഈശോയ്ക്ക് കുടുംബത്തിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് 50 വയസ്സ് കഴിയുമ്പോൾ ഇനി ബാക്കിയുള്ള സമയങ്ങൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ജോലി ചെയ്യും എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് ഞാൻ പള്ളിയിൽ ആ ധ്യാനകാളിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ വന്ന് ഞാനത് കൊണ്ടു നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറയുകയാണ്, ഇങ്ങനെ ഒരു തീരുമാനം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അന്നേരം ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരോട് ചോദിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം, അല്ലാതെ പെട്ടെന്ന് നമുക്കത് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ആത്മീയ ഗുരുവായ അച്ഛനോട് ചോദിക്കുന്നു, പിന്നെ ഞങ്ങളുടെ എൽഡറോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഒരു പോസിറ്റീവ് ആൻസർ ആയിട്ടാണ്
അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ 2011 ഞാൻ ജോലി വിട്ടിറങ്ങുന്നത്. തങ്കച്ചേട്ടാ, നമുക്കറിയാം ഒരു കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അതിൻ്റെ ഒരു മാസത്തെ ചിലവുകൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തങ്ങൾ കുടുംബനാഥനാണ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു റിസഷൻ്റെ സമയത്തായിരുന്നു മോളി ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനത്തിന് വേണ്ടി അല്ലേ പ്രാർത്ഥിച്ചൊരുങ്ങുന്നത്. എങ്ങനെ തങ്കച്ചേട്ടന് ധൈര്യപൂർവ്വം ഈ ജോലി വിട്ടോ എന്ന് സമ്മതം പറയാൻ തോന്നി? ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പറഞ്ഞാൽ പോലും നേഴ്സുമാർ ജോലി രാജിവെക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജോലിയാണ്, അവർക്ക് സ്വന്തമായിട്ട് പൈസ വേണം, അവരുടെ ഷോപ്പിംഗ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പം വീട്ടുകാർ പറഞ്ഞാൽ, ഹസ്ബൻഡ്മാർ പറഞ്ഞാൽ തന്നെയും ഒരു നേഴ്സുമാർ ജോലി രാജിവെക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള വിഷനൊക്കെയാണ്, അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് സ്വന്തമായിട്ട് പൈസ വേണം. ഇങ്ങനൊരു കാര്യം എന്നോട് മോളി ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. കാരണം ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് വേല ചെയ്യുക, അതല്ലേ ഏറ്റവും മഹത്തായ കാര്യം. ഈ ലോകത്തിലുള്ള നിക്ഷേപങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഒരു നാൾ തമ്പുരാന് മുന്നിൽ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിക്ഷേപങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താ ചെയ്യും? നമ്മുടെ കയ്യിൽ സ്വർഗ്ഗത്തിൽ നിക്ഷേപം വേണമെന്നുള്ളത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ അത് അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഈശോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സ്വർഗ്ഗത്തിൽ നിക്ഷേപം കൂട്ടി വെക്കുന്നത്. നമ്മളെങ്ങനെ സ്വർഗ്ഗത്തിൽ നിക്ഷേപം കൂട്ടി വെക്കുക? നിങ്ങൾ നേഴ്സുമാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ചാൻസസ് ആണത്. ഞങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ശുശ്രൂഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പോകേണ്ടി വരുമ്പോൾ നിങ്ങളുടെ ജോലിയിൽ തന്നെ നിങ്ങൾക്ക് ദൈവം കൊണ്ടുതന്നിരിക്കുകയാണ് സ്വർഗ്ഗത്തിൽ നിക്ഷേപം കൂട്ടി വെക്കാനായിട്ടുള്ളത്. അതിൽ കൂടുതൽ എന്താ നിങ്ങൾക്ക് വേണ്ടത്? നമ്മളെപ്പോലുള്ള പല നേഴ്സുമാർക്കും ഇല്ലാത്തൊരു ബോധ്യമാണ് തങ്കച്ചേട്ടനുള്ളതല്ലേ. നിങ്ങൾക്ക് ജോലിയിൽ തന്നെ ഈശോയെ ശുശ്രൂഷിക്കാൻ കിട്ടും, ഞങ്ങൾക്കൊക്കെ ജോലി കഴിഞ്ഞിട്ട് പോകണം എന്നുള്ളത്. തങ്കച്ചേട്ടൻ എന്നിരുന്നാലും ഈ ഒരു മോളി ചേച്ചി ജോലി വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളുണ്ട്, മക്കളുടെ വിദ്യാഭ്യാസം കാര്യങ്ങളെല്ലാം കൂടെ ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നോ മുമ്പോട്ട്? ജോലി രാജിവെച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് പിള്ളേരുടെ ഹയർ എഡ്യൂക്കേഷൻ വന്നത്. ഭവനം മേടിക്കാനായിട്ട് കർത്താവ് കൃപ നൽകി. അതുപോലെ തന്നെ വിദേശത്ത് യൂറോപ്പ് പര്യടനത്തിന് വേണ്ടിയിട്ട് എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സന്ദർശിക്കാൻ വേണ്ടി ലൂർദ്, വത്തിക്കാൻസ്, അതുപോലെ തന്നെ പാദ്രപ്പിയോയുടെ സെൻറ്റ് പാദ്രപ്പിയോ, സെൻറ്റ് ജോസഫ് കൊപ്രത്തിനോ പുണ്യാളൻ്റെ സ്ഥലം, ജോൺ മരിയ വിയാനി പുണ്യാളൻ്റെ സ്ഥലം, സെൻറ്റ് ആൻ്റണീസിൻ്റെ സ്ഥലം, എല്ലാ സ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് ദൈവം ഞങ്ങളെ അനുവദിച്ചൊക്കെ മോളി ജോലി രാജിവെച്ചതിന് ശേഷമാണ്. ജോലിയിൽ നിന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ ഒന്നും തികയുന്നില്ലായിരുന്നു. പക്ഷേ ജോലി രാജിവെച്ചതിന് ശേഷം ഞങ്ങൾക്ക് സമ്പത്തൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമ്പത്ത് വരാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ നല്ല ഇൻക്രിമെൻ്റ് എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്കറിയില്ല, അനാവശ്യമായിട്ടുള്ള ഒരു എക്സ്പെൻസ് ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അനാവശ്യമായിട്ട് ഒരു പൈസ പോലും ചിലവാക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന സമ്പത്ത് കർത്താവ് വളരെ കരുതലോടുകൂടി ഞങ്ങൾക്ക് ചിലവഴിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകിയെന്നുള്ളതാണ്. ആദ്യം അവിടുത്തെ രാജ്യനീതി അന്വേഷിക്കുക, അതോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ളത് ശരിക്കും അനുഭവിച്ചറിഞ്ഞല്ലേ ജീവിതത്തിൽ. ഞങ്ങൾക്ക് വീട് ലഭിച്ചതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ജോലി വിടുന്നതിന് മുന്നേ ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ പറയാമായിരുന്നു, ഈശോയുടെ ജോലി വിടുവാണ്, ഇനിയിപ്പോൾ വീടൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈശോ ഒരു വചനം തരികയാണ്. ആ വചനം ഏതെന്ന് വെച്ചാൽ നമ്മുടെ നിയമാവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ, നിങ്ങൾ നിറയ്ക്കാതെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകളും നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് മരങ്ങളും നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ ഭക്ഷിച്ച് സംതൃപ്തരാവുകയും ചെയ്യുമ്പോൾ. അപ്പം ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഈശോ ഏതായാലും എനിക്ക് വീട് തരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഈശോയോട് പരാതിപ്പെട്ടിട്ടില്ല. അപ്പം അങ്ങനെ പിന്നെ മാസങ്ങൾ കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി വിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഫോൺ വരുവാണ്. അപ്പോൾ ആദ്യം ഞാൻ ജോലി വിട്ട് ഇറങ്ങി കഴിയുമ്പോൾ ആദ്യമായിട്ട് ഞാൻ മുട്ടന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഇപ്പം എൻ്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂർ നേരം മധ്യസ്ഥം പ്രാർത്ഥിക്കണം എല്ലാ നേഴ്സുമാർക്ക് വേണ്ടിയിട്ടും, അതുപോലെ മറ്റു വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടും. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ജോലി വിടുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ അടുത്തുള്ളൊരു കൊച്ചിനെ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ 2 പേരോട് പായൊക്കെ വിരിച്ചിങ്ങനെ മുട്ട നിൽക്കുമ്പോൾ ഒരു കോൾ വരികയാണ് പള്ളിയിൽ നിന്നാണ്. അപ്പോൾ ലേ മിനിസ്റ്ററായിട്ട് സെർവ് ചെയ്യുക. അപ്പം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ പുതിയൊരു ജോലി ഏൽപ്പിക്കുകയാണ്. ഇപ്പം ജോലി വിട്ടല്ലോ, ഇനിയിപ്പോൾ ഗവൺമെൻറ് ജോലിയൊക്കെ വിട്ടിട്ട് ഇനി വീട്ടിലിരിക്കുമല്ലേ, അപ്പം ഞാൻ വേറൊരു ജോലി ഏൽപ്പിച്ചാൽ ചെയ്യാൻ പറ്റുമോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞിങ്ങനെ പള്ളിയിലേക്ക് ലേ മിനിസ്റ്ററായിട്ട് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഹസ്ബൻഡിനോടും കൂടി ചോദിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ തീരുമാനം പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന കോളാണ്, നാട്ടിൽ നിന്ന് വരുന്നു, ഇങ്ങനെ ഒരു വീടുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ അതിന് അഡ്വാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചാച്ചനോ അമ്മച്ചിക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് അതിന് വേണ്ട ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ്. വീടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ശരിക്കും മോളിക്ക് കിട്ടിയ വചനം പോലെ തന്നെയാണ്. നല്ലൊരു വീട്, അതുപോലെ തന്നെ അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്, വറ്റാത്ത വെള്ളമുണ്ട്, അതുപോലെ തന്നെ നല്ല വരിക്കച്ചക്ക കഴിക്കുന്ന നല്ല പഴമുള്ള നല്ല വരിക്കപ്ലാവുണ്ട്. അമ്മച്ചി പറയായിരുന്നു അതിലുള്ള വരിക്കച്ചക്കയും അവിടെ മധുരം ഭയങ്കരമാണ്, വേവിക്കാനും നല്ല രസമാണ്, അതുപോലെ തന്നെ ചക്കപ്പഴത്തിന് നല്ല മധുരമാണെന്ന്. അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള
ഒരു വീട് ദൈവം ഞങ്ങൾക്ക് നൽകി എന്നുള്ളതാണ്. ഏറ്റവും അത്ഭുതം എന്താണെന്ന് പറയട്ടെ, ജോലി രാജിവെച്ചതിൻ്റെ അന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളത്. എന്ന് ഈശോയ്ക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കി ആ ദിവസം തന്നെ ഞങ്ങൾക്ക് ഭവനവും ലഭിച്ചു എന്നുള്ളതാണ്. എന്തായാലും അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അവർക്ക് ചക്കപ്പഴം തിന്നിട്ടുള്ള കാര്യമുള്ളൂ. തീർച്ചയായിട്ടും പോലെ. മോളി ചേച്ചി, പിന്നീട് ഈ ജോലി വിട്ടതിന് ശേഷം മോളി ചേച്ചിയുടെ ശുശ്രൂഷകൾ എന്തൊക്കെയായിരുന്നു? ജോലി വിട്ടതിന് ശേഷം ഞാൻ 6 വർഷത്തേക്കാണ് ലേ മിനിസ്റ്ററായിട്ട്, അത് റെഗുലറായിട്ട് നമുക്ക് പള്ളിയിൽ പോകണം. പള്ളിയിൽ അതിനുശേഷം ഞാനിങ്ങനെ എൻ്റെ ഇപ്പം നമ്മൾ റിട്ടയർഡായിട്ട് വീടുകളിൽ ഇരിക്കുന്ന നേഴ്സുമാരുണ്ട്. അപ്പോൾ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെയാണ്. അപ്പോൾ അതൊക്കെ വയ്യാതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പെട്ടെന്ന് മനസ്സിലേക്ക് അവരുടെ ഓർമ്മ വന്നു കഴിയുമ്പോൾ ഞാൻ അവരെ വിളിക്കും. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചപ്പം ഒരു പുള്ളിക്കാരത്തി വേറൊരു മതത്തിൽപ്പെട്ടതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് ഭയങ്കര വിഷമാണ്, മാസങ്ങളായിട്ട് ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, വർഷങ്ങളായി ഉറങ്ങിയിട്ട് ഉറക്കം പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക, എന്നിട്ട് ഞാനും പ്രാർത്ഥിക്കുക, അപ്പം തീർച്ചയായിട്ടും ഉറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളിക്കാരത്തിക്ക് നല്ല വിശ്വാസമായി. അപ്പോൾ എന്നോട് പറയും, മോളെയും പ്രാർത്ഥിക്കും, ഞാനും വിളിച്ചോളാം എന്ന് പറഞ്ഞു. യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിക്കാരത്തി യേശുവിൻ്റെ നാമം എടുത്ത് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പുള്ളിക്കാരത്തി അന്നേരം എന്നോട് പിറ്റേ ദിവസം രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോളെ ഞാൻ നല്ലപോലെ ഉറങ്ങിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വചനം ഒക്കെ വായിച്ച് കേൾപ്പിക്കും ഫോണിൽ കൂടെ. പറഞ്ഞാൽ മറ്റേ വീട്ടുകാർക്കൊന്നും താല്പര്യമില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ് എന്നെ ഇടയ്ക്കിടയ്ക്ക് വചനമൊക്കെ വായിച്ച് കേൾപ്പിക്കണം, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പുള്ളിക്കാരത്തിയുടെ അടുത്ത് പോയി ഇരുന്ന് വായിച്ച് കേൾപ്പിക്കും. അതുപോലെ വേറെ ഒരാളെന്ന് പറഞ്ഞാൽ കണ്ണ് കാണത്തില്ല ബൈബിൾ വായിക്കാനായിട്ട്. അപ്പോൾ എന്നാ ചെയ്യുന്നത്, അവിടെ അടുത്ത് പോയിരുന്നിട്ട് ഒരു 2 അധ്യായം ബൈബിൾ വായിച്ച് കേൾപ്പിക്കുക. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, വെച്ചാൽ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ്, വിഷമങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറയും, അത് കേൾക്കും. അപ്പം നമ്മുടെയൊക്കെ ഇന്നത്തെ കാലത്ത് ആർക്കും കേൾക്കാൻ സമയമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടടക്കുന്നൊരു കാര്യമാണ്. മറ്റുള്ളവർ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നിന്ന് കേൾക്കുക. അപ്പം നിന്ന് കേട്ട് കഴിഞ്ഞിട്ട് നമ്മളറിഞ്ഞ ഈശോയുടെ ആ സ്നേഹം അവർക്ക് പങ്കുവെച്ച് കൊടുക്കും. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുകയാണ്, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പള്ളിയിൽ വന്നിരിക്കും, പള്ളിയിലാണ് ആരാധന, ചാപ്പലുണ്ട്, നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഈശോ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളവിടെ പോയിരിക്കുമ്പോൾ നമ്മൾ ആ ഈശോ, ഇപ്പം ചിലർ പറയും എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഈശോയെ മാത്രം നോക്കിയിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബൈബിളിൻ്റെ അടുത്ത് വായിക്കുക. അപ്പോൾ ഈശോ നിങ്ങളോട് സംസാരിക്കും, അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും. അതുപോലെ പിന്നെ അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പറയും, സമയം കിട്ടുമ്പോൾ ഞാൻ പള്ളിയിലൊക്കെ പോകും. ഞാൻ പറയും, സമയം കിട്ടുമ്പോൾ പള്ളിയിൽ പോയാൽ പോരാ, നമ്മൾ സമയം കിട്ടുമ്പോഴല്ലല്ലോ ജോലിക്ക് പോകുന്നത്, അതുപോലെ സമയം കിട്ടുമ്പോഴല്ലല്ലോ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യും. അപ്പം നമ്മൾ ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഇതിലൂടെ അപ്പോൾ അവർ പറയും ശരിയാണ് ഞാൻ അതുകൊണ്ട്. അപ്പം അതുപോലെ നമ്മൾ കുമ്പസാരിക്കുന്നപ്പോഴാണ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞ ആ ദൈവസ്നേഹം അവർക്ക് പങ്കുവെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ പലരുടെ കാര്യത്തിൽ അവർ പിന്നെ ഒന്ന് ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനായിട്ട് പറ്റുന്നുണ്ട്, അതുപോലെ കുമ്പസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എൻ്റെ മോളി ചേച്ചി പറഞ്ഞാൽ വളരെ ശരിയാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ല. ഒന്ന് വിഷമം ഒന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് അയ്യോ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓട്ടമാണ് ചെയ്യുന്നത്. ശരിക്കും ഒരു വലിയൊരു കാര്യമാണ് മറ്റുള്ളവരുടെ വേദനകളിൽ ഒന്ന് അവരെ കേൾക്കുക എന്ന്, ആശ്വസിപ്പിച്ചില്ലേലും വേണ്ടൂല്ല, ഒന്ന് കേട്ടിരിക്കുക എന്നുള്ളത്. തങ്കച്ചേട്ടൻ ജോലിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ജോലിയിലെ കമ്പനി സമയങ്ങൾ, പള്ളിയിൽ പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ കമ്പനി നല്ലൊരു കമ്പനിയാണ്. നല്ല ജോലി എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് കൊണ്ടെത്തുന്ന ഒരു ജോലിയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. 20 വർഷമായിട്ട് അവിടെ ജോലിയോ? ഞാൻ അങ്ങനെ കേൾക്കുന്നില്ല കേട്ടോ. സാധാരണയായിട്ട് 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു കമ്പനി അടുത്ത കമ്പനി ചാടുക, ഒരു പ്രൊമോഷൻ ഒപ്പിക്കുക, മീൻസ് അങ്ങനെയാണല്ലോ നമുക്കൊരു പ്രൊമോഷൻ ഹയർ ലെവലിലേക്കാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. 20 വർഷം അവിടെ തുടരാനുണ്ടായ കാര്യം എന്താ? ഞാൻ സെയിൽസിലാണ്. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE എല്ലാ ഭാഗങ്ങളിലും എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന, അപ്പോൾ ഒത്തിരി മക്കളുമായിട്ട് ഇടപെടാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി മക്കളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഹായ് ഹലോ പറഞ്ഞിട്ട് പോലും അല്ല ഞാൻ ചെയ്യുക. ഞാൻ അവരോട് ചെന്ന് ഡീപ്പായിട്ട് അവരോട് സംസാരിക്കും. അവരോട് സംസാരിച്ച് അവരോട് വളരെ ഫ്രണ്ട്ഷിപ്പാകും. എന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ ഒത്തിരി മക്കൾ വേദനയിൽ കഴിയുന്നവരുണ്ട്, നിരാശയിൽ കഴിയുന്നവരുണ്ട്. കാരണം ഫാമിലിയൊക്കെ നാട്ടിലാണ്, ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ഏകാന്ത ജീവിതം ജീവിക്കുന്നു, ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആരുമില്ല. ഇപ്പോഴത്തെ കാലത്ത് പണ്ടൊക്കെ ബാച്ചിലേഴ്സായിട്ട് താമസിക്കുകയാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ പറയുക, റൂമിലോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ 10 പേരുണ്ടെങ്കിൽ ഒരു റൂമിലുണ്ടെങ്കിൽ ഈ 10 പേരുടെയും കയ്യിൽ മൊബൈലുണ്ടാവും. ഈ മൊബൈലും വാട്സപ്പും നോക്കി അവരുടേതായിട്ടുള്ള ലോകത്തിലാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കേൾക്കാനായിട്ട് സമയമില്ല. അപ്പോൾ ഞാൻ പോയി അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കും. ഒത്തിരി മക്കളോട് ആശ്വസിപ്പിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അവർ പറയും, നീ വന്നിട്ട് പോയതിന് ശേഷം എനിക്ക് ഒത്തിരി ഉണർവുണ്ടായി, അല്ലെങ്കിൽ അത് അപ്പം അവർ പിറ്റേ പ്രാവശ്യം ഞാൻ വരുന്ന എപ്പോഴാണ് ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് അവരിങ്ങനെ ആ കാര്യങ്ങൾ പറയും. അപ്പോൾ ഒത്തിരി സമയം ഞാൻ അവരെ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ദുശീലങ്ങളുള്ള മക്കളുണ്ട്, അവരെനിക്കറിയാം. മദ്യപിക്കുന്നവരുണ്ട്, പുകവലിക്കുന്നവരുണ്ട്, അങ്ങനെയുണ്ട്. അവരോടൊക്കെ പറഞ്ഞ്
അവർക്കൊക്കെ അതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടിയിട്ടുണ്ട്. എളുപ്പമാണോ അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞിട്ട് മാറ്റാൻ? മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ഉണ്ട്, അനുഭവമുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ ചെയിൻ സ്മോക്കറാണ്, എപ്പോഴും പോയി സിഗരറ്റ് വലിക്കും. എൻ്റെ കൂടെ നിൽക്കുമ്പോഴാണെങ്കിലും സിഗരറ്റ് വലിക്കും. അപ്പോൾ ഞാൻ ഒരു ദിവസം അവനോട് പറഞ്ഞാൽ നീ സിഗരറ്റ് വലി നിർത്ത്, ആരോഗ്യത്തിന് ഹാനികരമാണ്. അവൻ പറഞ്ഞു ഞാൻ 12ാമത്തെ വയസ്സോട്ട് സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയത്, ഇനി ഇതില്ലാണ്ട് എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ ഞാൻ എന്നിട്ട് ഒരു ദിവസം അവനെ എനിക്ക് ശരിക്കും കിട്ടി, എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ ഞാൻ അതിനുള്ളിൽ ആ സമയത്ത് തന്നെ ഞാൻ മനസ്സിൽ തന്നെ പരിസൽമാവേ ഇപ്പോൾ ഇടപെടണം, ഇവൻ്റെ ദുശീലം ഇന്ന് കൊണ്ട് മാറ്റിയെടുക്കാത്തക്ക രീതിയിൽ എൻ്റെ നാവിനെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ഉള്ളിനുള്ളിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു നീ വന്നിരിക്കുക, എൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു മക്കളൊക്കെ എത്ര പേരുണ്ട്, ഭാര്യയുടെ കാര്യം എല്ലാ വിശേഷങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു നോക്ക്, നീ ഇപ്പോൾ ചെയ്യുന്നത് ഏറ്റവും ഭയങ്കര ദ്രോഹമാണ് നിൻ്റെ മക്കളോട്, നിനക്ക് നിൻ്റെ മക്കളെ ഇഷ്ടമില്ല. അവൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുണ്ട്, അവൻ്റെ കൂടെ താമസിക്കാം. അവൻ പറഞ്ഞ് 8 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ അവൻ മക്കളുടെ അടുത്തോട്ട് പോകും, മക്കളുടെ അടുത്ത് തന്നെ ഇരുന്ന് ചിലവഴിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം, അതുപോലെ നിൻ്റെ ജീവിത പങ്കാളിയോടും. കാരണം നീ ഇങ്ങനെ ചെയിൻ സ്മോക്കറായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നീ രോഗം പിടിച്ച് കിടക്കും. അതിനുശേഷം പിന്നെ ആ പാവം സ്ത്രീ ആയിരിക്കും വേണം നിന്നെ ശുശ്രൂഷിക്കാനായിട്ട്. അതുപോലെ ദൈവം നിനക്ക് നൽകിയിട്ടുള്ള നല്ല ആയുസ് നീ എന്തിനാ ഇങ്ങനെ അവസാനമാകുമ്പോഴേക്കും ചുമച്ച് ആർക്കും ഒന്നും ഒരു ഉപകാരപ്രദമില്ലാത്ത രീതിയിൽ രോഗിയായിട്ട് മാറുമ്പം നിൻ്റെ മാതാപിതാക്കളോ നിൻ്റെ സഹോദരങ്ങളോ ഒന്നും നിന്നോട് കൂടെ ഉണ്ടായിരിക്കില്ല. നിൻ്റെ ജീവിത പങ്കാളി, നിൻ്റെ ജീവനത്തിൽ സ്നേഹിക്കുന്ന നിൻ്റെ ജീവിത പങ്കാളിക്ക് മാത്രമേ നിൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. അവർക്ക് എന്തിനാണ് നീ ഒരു ഭാരമായി തീരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനോട് ഒരു അരമണിക്കൂർ തന്നെ ഗുണദോഷം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇന്ന് മുതൽ ഞാൻ നിന്നെ വലിക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എന്നോട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് ഷെയർ ചെയ്യുക, എല്ലാവരും എന്നോട് ചോദിക്കുക നീ ഇതെങ്ങനെയാണ് സിഗരറ്റ് വലി നിർത്തിയാൽ, നീ നിർത്തി കംപ്ലീറ്റ് ആയിട്ട് നിർത്തി, അതിനുശേഷം ഇതുവരെ വലിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ പുള്ളിക്കാരത്തി വന്ന് എന്നോട് ചോദിച്ചു, ലെബനീസ് സ്ത്രീയാണ്. അവരെന്നോട് ചോദിച്ചു നീ എന്താ ഇവനോട് ഉപദേശിച്ച്, എന്നോടും പറയാം എൻ്റെ ഭർത്താവും ചെയിൻ സ്മോക്കറെ, അവനും കൂടെ സിഗരറ്റ് വലി നിർത്താൻ വേണ്ടിയിട്ട് നീ ഒന്ന് ഉപദേശിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഒത്തിരി മക്കൾ, അതുപോലെ തന്നെ ആത്മഹത്യയുടെ വക്കിലെത്തിയ വരെ മക്കളെ തമ്പുരാൻ എൻ്റെ കൊണ്ട് തന്നിട്ടുണ്ട്. അവരോട് സംസാരിച്ച് അവർക്ക് വേണ്ടിയിട്ട് വിടുതലിന് വേണ്ടിയിട്ട് അവരെൻ്റെ കൊണ്ട് തന്നിട്ടുണ്ട്. അവരെ എങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചോ? തീർച്ചയായിട്ടും സാധിച്ചു. അങ്ങനെ ഒരു വ്യക്തി, അവൻ ബോംബെക്കാരനാണ്, അവൻ കിട്ടിയ സമ്പാദ്യം മുഴുവൻ അവിടെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഫ്ലാറ്റിന് വേണ്ടിയിട്ട് ഒരു ബിൽഡറുടെ അടുത്ത് കൊണ്ടേ കൊടുത്തു. അത് മുഴുവൻ ആ ബിൽഡർ ഓടിപ്പോയി. അവസാനം ഭയങ്കര നിരാശയിലായിട്ട് ഇങ്ങനെ ജീവിക്കുമായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു ഞാൻ പോയി ആത്മഹത്യ ചെയ്യാൻ പോവാ, എനിക്കിനി ജീവിക്കണ്ട. അപ്പോൾ ഞാൻ ഒരു ദിവസം രാവിലെ അവൻ്റെ അടുത്ത് ചെന്നു. അന്ന് അവൻ ഓഫുള്ള ദിവസമായിരുന്നു. ഞാൻ ഓഫീസിൽ നിന്ന് തന്നെ നേരത്തെ ഇറങ്ങി റാസൽ ഖൈമ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പോയിട്ട് അവനെ വിളിച്ച് എൻ്റെ വണ്ടിയിലിരുത്തി ഞാൻ ഒരു 2-3 മണിക്കൂർ സംസാരിച്ചു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, എടാ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിഷമങ്ങളുണ്ടാകും, ആ വിഷമങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കേണ്ട ഈശോയുണ്ട്, നിനക്ക് ഈശോയെ പറ്റി അധികം അറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ഈശോയെ പറ്റി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു നിനക്ക് വിഷമം ഉണ്ടാകുമ്പം നീ ഉള്ളിനുള്ളിൽ പറയുക ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ, ജീസസ് ഐ ലവ് യു, അത്ര മാത്രം പറഞ്ഞാൽ മതി. വിജാതീന അവനോട് ഞാൻ പറഞ്ഞു ജീസസ് ഐ ലവ് യു, ജീസസ് ഐ ലവ് യു, ബ്ലസ് മീ ജീസസ്, ഇത്രയും പറഞ്ഞാൽ മതി, യു വിൽ സീ ദ മിറാക്കിൾസ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ ദിവസം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു ദിവസം വിളിച്ചിട്ട് അവൻ പറയാം, ഞങ്ങളിങ്ങനെ ബിൽഡർക്ക് അഗൈൻസ്റ്റായിട്ട് ഞങ്ങൾ കൊണ്ട് കേസ് കൊടുത്തു, ആ ബിൽഡറെ പോലീസുകാർ വിളിപ്പിച്ചു, അങ്ങനെ അവൻ കൊടുത്തിരുന്ന പൈസ മുഴുവൻ തിരിച്ചു കിട്ടി. ഇപ്പോൾ അവന് ബോംബെയിൽ ഒരു ഫ്ലാറ്റൊക്കെ മേടിച്ച് അവൻ്റെ വൈഫും കുഞ്ഞുങ്ങളെല്ലാം അവിടെ സുഖമായിട്ട് താമസിക്കുന്നു. അവൻ പറയുക നീയാണ് എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞു ഞാനല്ല, അത് ഈശോയുടെ ശക്തിയാണ്, നീ ഈശോയെ വിളിച്ച് അപേക്ഷിച്ചപ്പം ഈശോയാണ് നിന്നെ സഹായിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, പറഞ്ഞാൽ തീരാത്തത്ര അനുഭവങ്ങളുണ്ട്. അതാണ് ഞാൻ ഈ സെയിൽസിൻ്റെ ഫീൽഡ് തന്നെ എന്നോട് തന്നെ എൻ്റെ കമ്പനിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, നീ എന്തുകൊണ്ടാണ് സെയിൽസിൽ തന്നെ നിൽക്കുന്നത്, നിനക്ക് വേണമെങ്കിൽ പ്രൊമോഷൻ തരാം, നീ ഓഫീസിലേക്ക് കയറുക, ഓഫീസിൽ തന്നെ വന്നിരുന്ന് ജോലി ചെയ്തോ എന്ന് എന്നോട് പറയാറുണ്ട്. കാരണം 10-15 വർഷം കഴിയുമ്പോഴൊക്കെ ഓരോ പ്രാവശ്യം അപ്രൈസറിനൊക്കെ ഇരിക്കുമ്പം അവർ ചോദിക്കും എന്നോട് നീ എന്തുകൊണ്ടാണ് ഈ സെയിൽസിൽ തന്നെ. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണ് സെയിൽസ്. കാരണം എന്താ ഒത്തിരി ആൾക്കാരുമായിട്ട് ഇടപെടാൻ സാധിക്കും. ഏറ്റവും കുറഞ്ഞ ഒരു 19 പേരെങ്കിലും ഒരു ദിവസം എനിക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഞാൻ ഈശോയോട് രാവിലെ പറയും, ദൈവവിളിക്ക് പോകുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ ദൈവവിളിക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് സൗകര്യമുണ്ട് ഈ ജോലിയിൽ, യാതൊരു പ്രശ്നവുമില്ല. അപ്പം രാവിലെ ദൈവവിളിക്ക് പോയിട്ട് വരുമ്പോൾ ഈശോയോട് പറയും, ഈശോ ഇന്ന് നിന്നെപ്പറ്റി പറയാൻ ഒരാളെങ്കിലും എനിക്ക് കൊണ്ടു തരണമെന്ന് പറയും. അത് കറക്റ്റായിട്ട് ഒന്നല്ല ഒത്തിരി മക്കളോട് ഈശോയെ പറ്റി സംസാരിക്കാനായിട്ട് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എത്രയോ വലിയൊരു കാര്യമാണിത്. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും ആരെ കണ്ടാലും ഈശോയെ കൊടുക്കണമെന്നുള്ളൊരാഗ്രഹം, അതിന് ദിവ്യബലിയിൽ നിന്നും രാവിലെ റീചാർജ് ചെയ്തിട്ടങ്ങ് പോകുവാണല്ലേ. ഇപ്പം പ്രൊമോഷൻ കിട്ടി പോകേണ്ട സാധ്യതകൾ ഉണ്ടായിട്ട് പോലും അതിനെ മാറ്റി നിർത്തി ഈശോയെ കൊടുക്കാനുള്ളൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്നതിന് വില മതിക്കുന്നത് ശരിക്കും ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. മക്കളെ പറ്റിയുള്ള വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. കുടുംബം നാട്ടിലെവിടെയാണ്? മക്കൾ എത്ര പേരാണ്? നാട്ടിൽ ഞങ്ങൾ പാലായ്ക്കടുത്ത് തീക്കോയി എന്ന് പറയുന്ന സ്ഥലത്താണ്. ചാച്ചനും അമ്മച്ചിയുണ്ട്, പിന്നെ സഹോദരിമാരെല്ലാവരും അവിടെയൊക്കെ തന്നെയുണ്ട്. പിന്നെ 2 മക്കളാണ്, 2 പെൺമക്കളാണ്. ഒരാളിപ്പം കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെയുണ്ട്,
ഒരാൾ ബാംഗ്ലൂരിൽ പഠിക്കുന്നു, ഈ വർഷം ഫൈനൽ ഇയർ പഠിച്ച് തീരുവാണ്. പാംഡി എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ച് ഈ വർഷം ഫൈനൽ ഇയർ ആവുന്നു. ആദ്യമേ തൊട്ട് തന്നെ ഇങ്ങനെ സെൻറ് മേരീസ് ചർച്ചുമായിട്ടും പള്ളിയായിട്ടും ഒക്കെ ആത്മീയ കാര്യങ്ങളിൽ മുമ്പോട്ടായിരുന്നോ, അതോ പിന്നീട് ധ്യാനങ്ങളൊക്കെ കൂടിയാണോ ഈ ഒരു? ഞങ്ങളിവിടെ വരുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇവിടെ കോട്ടയിൽ നിന്ന് ജെയിംസ് കുട്ടി ബ്രദറും ഒക്കെ ഇവിടെ വന്ന്, പാപ്പച്ചൻ പള്ളത്തിൽ ബ്രദറൊക്കെ ഇവിടെ വന്ന് വചന പ്രഘോഷം നടത്തി. അങ്ങനെ വചനം കേട്ട് കരിസ്മാറ്റിക്കിലേക്ക് വന്നവരാണ് ഞങ്ങളൊക്കെ. എന്നിട്ട് പിന്നെ കോട്ടയിൽ പോയി ധ്യാനമൊക്കെ കൂടി തിരിച്ചു വന്ന്. അപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന സഭ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അവിടെ 9 ഫാമിലിയുള്ളത്. ആ 9 ഫാമിലിയും കൂടെ ഉള്ള ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായി. എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് പ്രയറൊക്കെ ഉണ്ടായിരുന്നു, വചനമൊക്കെ പറയാനായിട്ട് ആൾക്കാരൊക്കെ ദുബൈയിൽ നിന്ന് വരും. അങ്ങനെ നല്ല സന്തോഷമായിട്ട് 9 പേരും അതൊരു ആഘോഷം തന്നെയായിരുന്നു. കാരണം വെള്ളിയാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കാറ്റഗിസത്തിനൊക്കെ പിള്ളേരെയും കൊണ്ട് ഒരുമിച്ച് ഒരു വണ്ടിയെ തന്നെ ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. എന്നിട്ട് അവരെല്ലാവരെയും കാറ്റഗിസം കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് കളക്ട് ചെയ്ത് ഒരു സമയമാകുമ്പോഴൊക്കെയാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അതൊക്കെ ഒരു ഭയങ്കര ആഘോഷമായിരുന്നു. ഒരു 9 ഫാമിലിയിലുള്ള 2 പിള്ളേരുണ്ടാവും. അവരെല്ലാവരെയും വണ്ടിക്കകത്ത് കയറ്റി കളക്ട് ചെയ്ത് കൊണ്ടുവരികയെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ഉണ്ടെങ്കിൽ പിന്നെ ആരും വേറെ ബാക്കിയുള്ളവരാരും ബോധർ ചെയ്യില്ല. അവർ കൊണ്ടുവന്നോളൂ എന്നുള്ള കണ്ടീഷൻ അവരുടെ പാട്ടിന് പോകും. ഇല്ല, ഒരിക്കലും മുടങ്ങാറില്ല. വണ്ടി ഇല്ലാത്തത് കൊണ്ട് ആരും കാറ്റഗിസത്തിന് വിടാൻ ഇരുന്നിട്ടില്ല. അപ്പം ഞങ്ങളുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പള്ളിയായിട്ട് പിള്ളേർ എത്രമാത്രം അടുത്ത് നിൽക്കാൻ പറ്റുമോ അത്രയും അടുത്ത് നിൽക്കണം. കാരണം ഇപ്പം ഞങ്ങൾ കാണാറുണ്ട്, കുർബാന കഴിഞ്ഞിട്ട് ആശീർവാദം കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന മക്കളുണ്ട്, ഓടുന്നവർ. അവർ പിന്നെ പിള്ളേരെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും. അപ്പം മക്കളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ചടങ്ങായിട്ട് വേണ്ടിയിട്ട് മാത്രം വരുന്നെന്നുള്ളൊരു ചിന്താഗതി മക്കൾക്കും ഉണ്ടാവും. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് നേരം അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം മക്കളത് കാണുന്നുണ്ട്. തുടങ്ങുന്നതിന് മുമ്പേ നേരത്തെ ചെല്ലുക. അപ്പം മക്കളുടെ ഉള്ളിൽ എന്താ ഒരു ചിന്ത ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഇവിടെ നിൽക്കണം, ഇവിടെ എന്തോ ഉണ്ട് എന്നുള്ളൊരു ചടങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല വരുന്നെന്നുള്ളൊരു തോന്നൽ മക്കൾക്കുണ്ടാവും. അതുപോലെ തന്നെ അന്നൊന്നും ദിവ്യാരനെ എഴുന്നള്ളി ചോദിച്ചിട്ടുള്ള ആരാധന ഇവിടെ ഉണ്ടായിരുന്നില്ല, നമ്മുടെ സെൻറ് മേരീസിൽ ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പം 10 മിനിറ്റ് നേരം 15 മിനിറ്റ് നേരം നമ്മൾ പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പം ചിലപ്പോൾ മക്കളൊക്കെ ഇറങ്ങിപ്പോവും, ആ പള്ളിക്ക് ചുറ്റും ഓടുകയും അവിടെയൊക്കെ. എന്നാലും അവിടെ ഓടിക്കട്ടെ, അത് സേഫായിട്ടുള്ള സ്ഥലമാണ്, അത് ബ്ലെസ്ഡ് സ്ഥലമാണ്. അത് അവിടെ പിള്ളേർ ഓടി നടക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ മക്കൾക്ക് ആ പള്ളിയായിട്ട് ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അവരുടെ കാലം വരുമ്പോഴേക്കും അവർ ഇതേമാതിരി അവരുടെ മക്കളൊക്കെ ആയി കഴിയുമ്പോൾ അവരും ആ പള്ളിയിൽ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമഘട്ടം വന്നു കഴിഞ്ഞാൽ, ഇവിടെ വന്ന് എൻ്റെ അപ്പനും അമ്മയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അവരവിടെ മുട്ടുകുത്തി നിന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളൊരു ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് അവരുടെ ചെറുപ്പത്തിൽ നമ്മൾ അത് ഇട്ട് കൊടുക്കണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു വിശ്വാസം അവർക്ക് ലഭിക്കില്ലല്ലോ. ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലും ഉപരിയാണ് നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിള്ളേർ ചിലപ്പം നമ്മൾ കൈകൂപ്പി പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോഴായിരിക്കും പിള്ളേരും കൈകൂപ്പി പിടിച്ച് നിൽക്കുന്നത്. 10 പ്രാവശ്യം ചിലപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്താൽ പ്രയോജനമില്ലാത്തത് നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ അവർ ചെയ്യും. അതൊരു മാതൃക, ഒരു വലിയ കാര്യം തന്നെയാണ്. ഞാൻ ഈ നെസസ് മിനിസ്ട്രി കൂട്ടായ്മയിലേക്കും പ്രാർത്ഥനയിലേക്കും വരാനുള്ള ഒരു വലിയ കാരണമാണ് മോളി ചേച്ചി. പള്ളിയിൽ വരുന്ന സമയത്ത് ഞാൻ നേഴ്സാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ വിളിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പം കുറച്ച് നാളൊക്കെ ഞാൻ മാറി നടന്നു, സമയമില്ല അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്നെ വിളിച്ച് ഒരു ദിവസം കൂട്ടായ്മയ്ക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് നിന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്ന ആ ഒരു ഈശോയുടെ സ്നേഹം അനുഭവിക്കുന്നത്. ആ കൂട്ടായ്മയിലൂടെ ശരിക്കും ഒരേ മനസ്സുള്ള, ഇപ്പം നേഴ്സുമാരുടെ വിഷമങ്ങൾ നേഴ്സുമാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പം ഒരേ പ്രൊഫഷനിലുള്ള കൂട്ടായ്മയിലുള്ള കുറച്ച് പേർ ഒരുമിച്ചിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ വിഷമങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നു. ഈശോയോട് നമ്മൾ മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയാക്കി നമ്മളിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ കർത്താവിനോട് കൂടെ നിൽക്കാനായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മോളി ചേച്ചി വലിയൊരു കാരണമായി. ഞാൻ മാത്രമല്ല, ഒത്തിരി നഴ്സുമാർ നഴ്സ് മിനിസ്ട്രിയിലേക്ക് വന്നത് മോളി ചേച്ചി മൂലമാണ്. മോളി ചേച്ചി ഇതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ ലൈഫിൽ ഇപ്പോൾ ഈ ഒരു നഴ്സിംഗ് കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. മോളി ചേച്ചിയുടെ നഴ്സിംഗ് ജീവിതത്തിനിടയ്ക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടോ? നഴ്സിംഗ് ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ ഞാനിപ്പോൾ പിള്ളേരുടെ വാർഡിലാണെങ്കിൽ അവരുടെ കൂടെ വരുന്ന അവരുടെ അപ്പനും അമ്മയൊക്കെ ആയിരിക്കുമല്ലോ കൂട്ടത്തിൽ വരുന്നത്. അപ്പോൾ ആ സമയം കിട്ടുമ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ ഞാൻ അവരോട് വീട്ടിലെ അവസ്ഥകളൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം അവരോട് കുറച്ചുകൂടെ നമ്മൾ ആ ഒരു അടുപ്പം കാണിക്കും. അപ്പോൾ അവർ തുറന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു പുള്ളിക്കാരത്തിനോട് പറയുകയാണ്, സിസ്റ്റർ ഞാൻ 3 മാസം പ്രഗ്നൻ്റാണ്. അപ്പോൾ ഹസ്ബൻഡാണ് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുകയാണ് അബോർഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അബോർഷൻ ഒന്നും ചെയ്യരുത്, ഒരു കാരണവശാലും ഞാൻ ആ കൊച്ചിനെ പ്രസവിച്ച് എനിക്ക് തന്നേരം ഞാൻ നോക്കിക്കോളാം, പക്ഷേ അബോർഷൻ ചെയ്യിക്കരുതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരത്തി പറഞ്ഞിങ്ങനെ സിസ്റ്റർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാം, തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി പോയി കഴിഞ്ഞിട്ട് പിന്നെ 2-3 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അബോർഷൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഞാനത് കണ്ടിന്യൂ ചെയ്യുവാണ്.
അങ്ങനെ പുള്ളിക്കാരത്തി ആ ഇതിൽ നിന്ന് നമുക്ക് അപ്പം നമ്മൾ ഈ ഇപ്പം എനിക്കിപ്പോൾ നഴ്സുമാരോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നമ്മൾ അവരുമായിട്ട് ഇപ്പോൾ പേഷ്യൻസിൻ്റെ അടുത്ത് നിൽക്കുന്ന അവരോട് നമ്മൾ സംസാരിക്കുമ്പം അവരവരുടെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യും. അപ്പം നമ്മളോടൊരു വിശ്വാസം ഉണ്ടെങ്കിലേ അവർ പറയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ആത്മാവിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഇങ്ങനെ വേറൊരു വാർഡിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ അത് പ്രസവിച്ച് കിടക്കുകയാണ് പുള്ളിക്കാരത്തി. അപ്പോൾ ഞാൻ കൊച്ചിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അമ്മയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഹസ്ബൻഡോടെ ജോലി ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, ഹസ്ബൻഡ് ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ആ പുള്ളിക്കാരനെ ഡൈവോഴ്സ് ചെയ്യാനായിട്ടിരിക്കുകയാണ്, എനിക്ക് ആ പുള്ളിക്കാരനോട് ഇനി ജീവിക്കുമെന്നും വേണം. അപ്പോൾ ഞാൻ ഡൈവോഴ്സ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു കാരണം എന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു തരത്തിലും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വയ്യല്ല അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിൽ പുള്ളിക്കാരത്തി വേറൊരു വിശ്വാസം. അപ്പോൾ ഞങ്ങൾ ഈശോ പറഞ്ഞിരിക്കുന്നത് ഈശോ യോജിപ്പിച്ചതാണ് നമ്മളെ കുടുംബം. അപ്പോൾ അത് നമുക്കൊരിക്കലും വേർപെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ അത് വിശ്വസിക്കണം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ സംഭവങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയിലേക്ക് പോകുമ്പോൾ നമ്മൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഈശോയാണ് ഇടപെടുന്നത്. പിന്നെയുള്ള കാര്യം നമ്മളൊന്നും ചെയ്യണ്ട. അപ്പം നമ്മളത് ഈശോയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈശോ പ്രവർത്തിച്ചോളും. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. അത്രയേ ഉള്ളൂ. ഒരാത്മാവിനെ നമ്മൾ ഈശോയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുക. അതാണ് ഞാൻ അതുപോലെ നമ്മളെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരാണെങ്കിലും വിഷമിച്ചൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ചോദിക്കുക എന്നാണെന്ന്. അപ്പോൾ അവരവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യും. അപ്പം അവർക്കൊരു വിശ്വാസമാണല്ലോ നമ്മൾ ആരോടും പറയില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് അവരോട് കൂടുതലൊരു സ്നേഹം കാണിക്കുമ്പോൾ അതുപോലെ നമ്മളിപ്പം അവർ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഞാൻ പറയും ബൈബിൾ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പറയും ബൈബിൾ വായിക്കണം, ബൈബിളിനകത്ത് ഇങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ ചിലർ പറയും അതെവിടെയാണ്. അപ്പോൾ ഞാൻ പറയും അങ്ങനെയാകും. അപ്പോൾ ചിലർക്ക് അവർക്ക് ബൈബിളൊന്നും അവർ വായിക്കത്തില്ലായിരിക്കും. അവർ കുറേ പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ട്, പക്ഷേ ബൈബിൾ വായനയൊന്നുമില്ല. അപ്പോൾ അവർ പറയും ബൈബിൾ എൻ്റെ ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ പള്ളിയിൽ വരുമ്പം ബൈബിൾ കൊണ്ടു കൊടുക്കുന്നു. അവർ പറയുന്ന ഇന്ന ഭാഗങ്ങളൊക്കെ നീ വായിക്കും, നീ വിഷമമൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ വായിച്ചു. അതുപോലെ എപ്പോഴും ദിവസത്തിൽ ഒരു അധ്യായമെങ്കിലും നീ ബൈബിൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെ ദൈവാനുഭവം അവർക്ക് പങ്കുവെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ അവർ കൂടുതൽ വിശ്വാസത്തിലേക്ക് വരും. അപ്പം അങ്ങനെ ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവരടുത്ത ആൾക്കാരോട് പറയും. അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണല്ലോ. തങ്കച്ചേട്ടന് തോന്നുന്നുണ്ടോ ഈ മോളി ചേച്ചി ഇത്രയും നഴ്സുമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നഴ്സുമാരിൽ ഇത്രമാത്രം സാധ്യതകളുണ്ടെന്ന് തോന്നുന്നുണ്ടോ തങ്കച്ചേട്ടന്? ഏറ്റവും ഭയങ്കര സാധ്യത നിങ്ങൾക്കാണ്. കാരണം ഞങ്ങൾക്കൊന്നും കയറി ചെല്ലാൻ പറ്റാത്തടത്ത് കൊട്ടാരം വരെ നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റും. പാലസിൽ വരെ കയറി നിങ്ങൾക്ക് ചെല്ലാനായിട്ട് പറ്റും. താഴേക്കടയിലുള്ള മക്കളിൽ നിന്നും ഏറ്റവും ഉന്നതരായിട്ടുള്ള മക്കളുടെ അടുത്തും വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയറി ചെല്ലാൻ പറ്റും. ഞങ്ങൾക്കൊന്നും ഒരിക്കലും എത്തി നോക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റും. അവിടെയൊക്കെ ഈശോയെ പങ്കുവെച്ച് കൊടുക്കാൻ പറ്റും. കാരണം ഒരു രോഗിയായിട്ട് വരുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു സ്വാന്തനം, ഒരു നല്ലൊരു വാക്ക്, നല്ലൊരു പുഞ്ചിരി, അതൊക്കെയാണ് അവരുടെ ഹൃദയത്തിന് ഏറ്റവും ഭയങ്കരമായിട്ട് ആനന്ദം കൊടുക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് പതുക്കെ നിങ്ങൾക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതല്ല ബൈബിൾ ഇപ്രകാരം പറയുന്നില്ലേ, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ വിളിച്ച് അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അത് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. പ്രൈസ് ദി ലോർഡ്. നേഴ്സസിനും കുടുംബത്തിനും വേണ്ടിയുള്ള വലിയൊരു മാതൃകയും അതുപോലെ തന്നെ നല്ലൊരു ഗൈഡൻസുമാണ് ഇപ്പം മോളി ചേച്ചിയും തങ്കച്ചേട്ടനും നമുക്ക് തന്നത്. ഭൂമിയിലെ നിക്ഷേപത്തേക്കാൾ ഉപരി സ്വർഗത്തിലെ നിക്ഷേപത്തിനാണ് ഇവർ പ്രാധാന്യം കൊടുത്തത്. നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന അനേകം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാനായിട്ട് ഇവർക്ക് സാധിച്ചു. അതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.